ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു നെക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ. നെക്കിൻ്റെ അവിടുന്ന് താഴത്തോട്ട് ഫുള്ളായിട്ടും വരുന്നൊരു വർക്കാണ് കേട്ടോ. നെക്ക് നമ്മുടെ ഹെം ഏരിയ വരെയും വരുന്നൊരു വർക്കാണ്. അപ്പോൾ ഞാനിവിടെ നെക്ക് മാത്രമാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചും നെക്ക് ലെങ്ത് എന്ന് പറയുമ്പോൾ 5.5 ഇഞ്ചുമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നല്ല വൈഡായിട്ടുള്ളൊരു വി നെക്കാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പാറ്റേൺ ഡയറക്റ്റ് തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. പേപ്പറിലല്ല മാർക്ക് ചെയ്യുന്നത്, ഡയറക്റ്റ് നമ്മൾ എങ്ങനെയാണോ പാറ്റേൺ വരുന്നത് കാണിച്ചു തരുവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ കളർ ബീഡ്സ്, ഈ ഒരു ഷേപ്പാണ് കേട്ടോ. ഒരു ഓവൽ ഷേപ്പൊക്കെയാണേ. പിന്നെ നമുക്ക് വേണ്ടത് ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ്. നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. നോർമൽ സ്വിങ് ത്രെഡാണ് എടുത്തേക്കുന്നത്. നമ്മുടെ വർക്ക് ഏതാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ വർക്ക് വരുന്നത് കേട്ടോ. നല്ല വൈഡായിട്ടുള്ളൊരു വീനെക്ക് വരുന്നുണ്ട്. നെക്കിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഹെം ഏരിയയിൽ വരെയും നമുക്ക് ഈ വർക്ക് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സ്കാലപ്പായിട്ടാണ് ചെയ്യുന്നത്. എഡ്ജിൽ 3 ബീഡ് കൊടുക്കുന്നുണ്ട്, സെൻറ്ററിലും 3 ബീഡ് കൊടുക്കുന്നുണ്ട്. എല്ലാ സ്കാലപ്പിലും നമുക്ക് കട്ട് ബീഡ് വെച്ച് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് പോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്യുന്നത് നോക്കാവേ. അപ്പോൾ ഞാനിതിപ്പം ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് സ്കാലപ്പ് ഏത് വലുപ്പത്തിനുള്ള സ്കാലപ്പാണോ ആവശ്യം അതനുസരിച്ച് ചെറിയൊരു ബോട്ടിലിൻ്റെ ക്യാപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും റൗണ്ട് ഒബ്ജക്റ്റ് വെച്ചോ ഒരു ഹാഫ് സർക്കിളായിട്ട് വരച്ചെടുക്കാം കേട്ടോ. ഞാൻ കണ്ട് ഇതുപോലെ ഒന്ന് ഫ്രീ ഹാൻഡായിട്ട് തന്നെയാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. ഇതുപോലെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു അളവിന് ഞാനൊരു ഏകദേശം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫ്രീ ഹാൻഡായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു ഒബ്ജക്റ്റ് എന്താണോ ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്തു പോരുക. ഈ ഒരു ഹാഫ് സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് വെച്ച് പോരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഓരോ സ്കാലപ്പും ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് കൊടുത്ത് പോരാവേ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ സ്കാലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ ഫോട്ടോയിൽ നമുക്കറിയാം ഓരോ സ്കാലപ്പിൻ്റെ എഡ്ജിലും 3 നമ്മളിവിടെ എടുത്ത് വെച്ചില്ലേ ഓവൽ ഷേപ്പിലുള്ള ബീഡ് അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മിഡിലായിട്ടും ഇതുപോലെ 3 ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ.
കണ്ടോ? അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓരോ എഡ്ജിലും 3 ബീഡ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. 2 സൈഡിലായിട്ടും ഒരെണ്ണം മിഡിലായിട്ടും. അതുപോലെ ഇതിൻ്റെ മിഡിലായിട്ടും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ഫുള്ള് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. ഒരു മണിക്കൂർ കൊണ്ട് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാം കേട്ടോ. സിമ്പിളാണ്. നമ്മൾ കൊടുക്കുന്ന ആ ഒരു പാറ്റേണിലൂടെ തന്നെ കറക്റ്റ് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ചെയ്ത് പോരുക. ഓരോ എഡ്ജിലും നമ്മൾ ഇതുപോലെ ഗോൾഡൻ ബീഡും വെച്ച് പോരുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.